അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഈ ഒരു രീതിയിൽ നിങ്ങൾ മോര് കാച്ചിയത് റെഡിയാക്കിയാൽ ഒരു പറ ചോറുണ്ണാൻ പിന്നെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് തൈര് കട്ടയില്ലാതെ അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ തലേന്ന് ഞാൻ ഉറയൊഴിച്ച് വെച്ച തൈരാണ്. ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് അധികം പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 ചുമന്നുള്ളിയും അതേപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 തണ്ട് കറിവേപ്പിലയുമാണ്. അപ്പോൾ ഞാനിവിടെ ചുമന്നുള്ളിക്ക് പകരം സവാള ചെറിയൊരു പീസാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരുന്ന ഉള്ളിയുടെ കൂട്ട് ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നിളക്കിയിട്ട് നമ്മൾ കട്ടയില്ലാതെ അടിച്ച് വെച്ചിരുന്ന തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് ഇളക്കണം. അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ തൈര് പിരിയും. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തൈര് തിളച്ച് വീണ്ടും 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ തൈര് കുറുകി വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറുക്ക് മോര് ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.